ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ നല്ല അതിരാവിലെ സമയത്തെ ഓർത്ത പശ്ചാത്തലനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി അപ്പച്ചൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും അപ്പച്ചാതിനെ സ്തുതിക്കുവാനും നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം അടിയനും ജീവനും ബലനും സുഖവും തന്നല്ലോ, ദീർഘായുസ് തന്നല്ലോ. അതിരാവിലെ നീ എഴുന്നേൽപ്പിച്ചല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അതിരാവിലെ സമയത്ത് എന്നോടുകൂടെ പ്രാർത്ഥനയിൽ മുട്ടുമടക്കിയിരിക്കുന്ന എല്ലാ നിൻ്റെ കുഞ്ഞുങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായി പലയിടങ്ങളിൽ പലരും കർത്താവേ ഈ പ്രാർത്ഥനയിലുണ്ട്. അവരെല്ലാവരെയും നിന്റെ തൃപ്പാദത്തിൽ കൊണ്ടുവച്ച് ഞാൻ പ്രാർത്ഥിക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ, കാത്തു സൂക്ഷിക്കണമേ. അവരുടെ ആവശ്യങ്ങളെല്ലാം മുഖത്ത് സ്വർഗത്തിൻ്റെ കലവറ തുറന്നിരിക്കണം. നിന്റെ വലിയ കരം അവരെ താങ്ങണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒരുത്തർക്കും എന്തൊരാപത്തോ അനർത്ഥങ്ങളോ ഇത് പകൽക്കാലം വരുവാൻ ദൈവം സമ്മതിക്കരുത്. കടന്ന രാത്രി എല്ലാം നീ കർത്താവെ കാത്തു സൂക്ഷിച്ചല്ലോ, സുഖത്തോടെ എഴുന്നേൽപ്പിച്ചല്ലോ. അതിനായി സ്തോത്രം. ഇപ്പോഴും കൂടി കിടക്കയിൽ കിടക്കുന്നവർ അനേകരുണ്ട്, രോഗികളുണ്ട്, ക്ഷീണിതരുണ്ട്. കർത്താവെ എന്ത് ചെന്ന് അറിയാത്തവരുണ്ട്. കർത്താവ് എന്തിനിങ്ങനെ എനിക്കൊരു പകൽക്കാലം എന്ന് ലഭിച്ചു എന്ന് ചിന്തിക്കുന്നവർ, കരയുന്നവർ ഒത്തിരി പേര് ഈ ലോകത്തിലുണ്ട്. അവർക്കെല്ലാം ഈ പ്രാർത്ഥന ഒരു ആശ്വാസമായി രാവിലെ അവിടെ കാതിൽ പോയി കയറട്ടെ കർത്താവെ, അവിടെ ഭവനത്തിലേക്ക് പോയി കയറട്ടെ പച്ചാ. ഇത് കേൾക്കുമ്പോൾ ഒരു വലിയ ആശ്വാസം, ധൈര്യം, സമാധാനം, അവിടെ വിശ്വാസം വളരുവാൻ, ബലപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. ഒരുത്തരും തളർന്നു പോകുവാൻ, ക്ഷീണിതരാകുവാൻ, കൈവിടപ്പെട്ടു പോകാൻ കർത്താവ് സമ്മതിക്കരുത്. കൃപയുള്ള കരം, ദയവുള്ള കരം എല്ലാവരെയും താങ്കണമേ, രക്ഷിക്കണമേ, വിടുവിക്കണമേ, കാത്തു സൂക്ഷിക്കണമെന്ന് അപ്പച്ചൻ്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും കൊണ്ട് അതിൻ്റെ പാദപീഠത്തിനെ കൊണ്ടുവയ്ക്കുന്നു. അടിയനെയും താഴ്ത്തുന്നു. അടിയൻ്റെ ഭവനം, അടിയൻ്റെ സഭ, അടിയൻ വിട്ടുവന്നിരിക്കുന്ന കുടുംബങ്ങൾ എല്ലാം കർത്തൃതാമേ കാത്തു സൂക്ഷിക്കണം. ഒരനർത്ഥം ഒരിടത്തിൽ വരുവാൻ ദൈവം സമ്മതിക്കരുത്. അപ്പച്ചാ നിൻ്റെ കൃപ, നിൻ്റെ ദയവ് കൂടെ ഇരിക്കണം. കൺവെൻഷൻ മീറ്റിങ്ങിലും കർത്താവിലും പ്രസംഗിക്കുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ വലിയ കരമിരുന്ന് അനേക രക്ഷയിലേക്ക് കടന്നു വരുവാൻ, അനേകർ വിടുതൽ പ്രാപിക്കുവാൻ, ദൈവത്തിൻ്റെ മഹത്വം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ അപ്പോസ്തലരുടെ കാലത്ത് അതേ അത്ഭുതങ്ങളും അടയാളങ്ങളും അടിയൻ്റെ ഈ ദിവസങ്ങളിൽ മീറ്റിംഗ് നടക്കുവാൻ കർത്താവ് സഹായിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിനെ സ്നേഹിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട് കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പച്ചൻ വൻ കാര്യത്തെ ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമീൻ, ആമീൻ, ആമീൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഇതിനോടുകൂടെ പ്രാർത്ഥനയ്ക്കുന്ന എല്ലാവരെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1229 ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തി, ഇനിയും ദൈവം നമ്മളെ നടത്തുവാൻ ശക്തനാണ്. അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, തളരണ്ട. 1-2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്തിനാലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു കൊള്ളുവീൻ. അപ്പോസ്തലരുടെ കാലത്തും ഈ സഭകളിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വേദനകളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് അതിനേക്കാളും 4 മടങ്ങ് അധികമായിട്ട് സഭയ്ക്കകത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമുക്കൊരാലോചനയായിട്ടാണ് ഈ വാക്യങ്ങൾ നമ്മുടെ മുന്നിൽ എഴുതി വച്ചിരിക്കുന്നത്. ദൈവം പറയുന്ന കണ്ടോ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. എന്തിനാ കർത്താവ് നമ്മളെ രക്ഷയ്ക്ക് വിളിച്ചത്? നമ്മളെങ്ങനെ രക്ഷിക്കപ്പെട്ടത്? താനായി നമ്മൾ ആരും രക്ഷിക്കപ്പെട്ടവരല്ല. സുവിശേഷ മീറ്റിംഗ് കേട്ട്, വചനം കേട്ട്, വചനത്തിലൂടെ നമ്മൾ തൊടപ്പെട്ടാണ് നമ്മളെല്ലാവരും മാക്സിമം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ. ഈ രക്ഷിക്കപ്പെട്ട ഓരോ കുഞ്ഞുങ്ങളും മഹത്വം പ്രാപിക്കണം. മഹത്വത്തിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ മഹത്വം പ്രാപിക്കേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് പറയുന്നത്, മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ചുമ്മാ വിളിക്കില്ല, ഒരു ടൈം പാസിന് വേണ്ടിയോ ആളെ കൂട്ടാൻ വേണ്ടി വിളിച്ചില്ല. താൻ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ അനുഭവിക്കണം, ഞാൻ അനുഭവിക്കണം, നമ്മുടെ ഭവനത്തിൽ അനുഭവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിൽക്കണം, പതറരുത്. കാറ്റുകൾ അടിക്കും, കൊടുങ്കാറ്റടിക്കും, ഈശാനമൂലൻ അടിക്കും, സുനാമി അടിക്കും. നിങ്ങൾ അവിടെ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കണമെങ്കിൽ വേര് വേണം. ഉറച്ചു നിൽക്കണമെങ്കിൽ ക്രിസ്തുവിൽ നമുക്ക് വേര് വേണം. നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ
വാക്കിനാലോ ലേഖനത്തിനാലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. ഒരാപത്ത് വരുമ്പോൾ നമുക്ക് ദൈവം കൊടുത്ത പ്രമാണത്തെ പിടിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരാളുടെ ഒരു സാക്ഷി ഞാൻ കേട്ടെ. അവരെങ്ങനെയോ കിണറ്റിനകത്ത് വീണു. കിണറ്റിനകത്ത് ആ കിണറ്റ് വീഴുന്നവരെല്ലാവരും മുങ്ങി ചത്തുപോകും. ആരും രക്ഷപ്പെടാൻ വഴിയില്ല. പക്ഷേ ആ മനുഷ്യൻ ഫുള്ള കള്ള് കുടിച്ചിട്ടാണ് ആ കിണറ്റിൽ വീണത്. ஆனால் എങ്ങനോ ഒരു മരത്തിൻ്റെ ഒരു ചെറിയ വേര് അങ്ങേർക്ക് കിട്ടി. ആ വേരെ പിടിച്ചുകൊണ്ട് രാത്രി മുഴുവനും ആ കിണറ്റിൽ കിടക്കുകയാണ്. രാത്രി മുഴുവനും ആ വെള്ളത്തിൽ കിണറ്റിൽ കിടക്കുകയാണ്. രാവിലെ ഇങ്ങനെ കാണാത്ത നേരത്തിൽ അവിടെ എങ്ങനെ കള്ളുകുടിയന്മാരെ കണ്ടില്ലെങ്കിൽ എല്ലാവരും ആ കിണറ്റിലൂടെ ഓടിപ്പോയി നോക്കുമ്പോൾ തല മാത്രം കാണുന്നു. ഉടനെ ആൾക്കാർ ഇറങ്ങി അങ്ങനെ രക്ഷപ്പെടുത്തി. ആ മനുഷ്യനാണ് എന്നെ കർത്താവിൻ്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളുടെ ആത്മീയ പിതാവ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആത്മീയ പിതാവിൻ്റെ സ്റ്റോറിയാണ് ഞാൻ ഈ പറയുന്നത്. ആ കിണറ്റിൽ വീഴുന്ന എൻ്റെ സ്നേഹിതന്മാരെല്ലാം കുടിയന്മാരെല്ലാം മരിച്ചുപോയി. അതിനകത്ത് വീഴുന്ന ഒരുത്തനും രക്ഷപ്പെടത്തില്ല. പക്ഷേ അവിടെ ഒരു കൊച്ചു വേര് തനിക്ക് പിടിക്കാൻ കിട്ടി. ആ വേരെ പിടിച്ചുകൊണ്ട് വെളുക്കുന്ന വരയ്ക്കും ആ തണുത്ത വെള്ളത്തിൽ കടന്നു. രാവിലെ ഓടി വന്ന് മക്കൾ രക്ഷപ്പെടുത്തി. അങ്ങേര് ബൈബിൾ കോളേജിൽ പഠിച്ച് ഒരു ദൈവദാസനായി രക്ഷയിലേക്ക് കടന്നു വന്ന് ആ മനുഷ്യനാണ് ഞങ്ങളുടെ വീട്ടിൽ മുതൽ ഒരു ബെന്തക്കോസിന്റെ പാസ്റ്റർ കാലുവെച്ചത് അങ്ങേരാണ്. അങ്ങേരുടെ വചനം കേട്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്, എൻ്റെ ഭവനം രക്ഷിക്കപ്പെട്ടത്. ഞങ്ങളെല്ലാം ഇന്ന് കൃപയെ നിൽക്കുവാൻ കാരണം അതാണ് സത്യം. അങ്ങനെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയുണ്ടോ? നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്തിനാലോ ഉപദേശിച്ചെന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു കൊള്ളുക. നമുക്ക് വേറല്ല, നമുക്ക് വാക്കുണ്ട്, പ്രമാണമുണ്ട്. അതിനെ പിടിച്ചു നിൽക്കുക. എങ്ങനെ പിടിക്കണം? മുറുകെ പിടിക്കുക. അപ്പോഴാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ വന്ന ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, പാടുകൾ, മരണങ്ങൾ, ക്യാൻസർ, എല്ലാത്തിൻ്റെ നേരത്തിലും പിടിക്കുവാൻ ഒരു പിടിപ്പുണ്ടായിരുന്നു. എന്തുവാ പിടിച്ചത്? ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പ്രമാണം. അതേ പിടിച്ചുകൊണ്ട് നിന്നതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ തന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മളോട് ഇന്ന് പകൽക്കാലം ഈ 1229 ദിവസം അതിരാവിലെ വിളിച്ചു പറയുന്ന ദൂത് എന്താണെന്നറിയാമോ? നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്തിനാലോ ഉപദേശിച്ചെന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക. ഏതാപത്ത് വന്നാലും ഏത് നഷ്ടം വന്നാലും മരണം തന്നെ വരട്ടും, മുറുകെ പിടിക്കാൻ നമുക്കൊരു പിടി ഉണ്ട്. അതേ പിടിക്കുക, മുറുകെ പിടിച്ച് നിലനിൽക്കുക. ദൈവം നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ഒരു നാളും ദൈവം നിങ്ങളെ കൈവിടുകയില്ല. ഒരു നാളും ദൈവം നിങ്ങളെ തള്ളിക്കളയുകയില്ല. ആ ദൈവത്തിൻ്റെ കൃപ, ആ ദൈവത്തിൻ്റെ ദയവ്, ആ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളോടുകൂടെ ഇരിക്കും. ആ ദൈവം ഒരു കാലത്തും നിങ്ങളെ ഉപേക്ഷിക്കയില്ല. ഒരു കാലത്തും നിങ്ങളെ തള്ളിക്കളയുകയില്ല. ഒരു കാലത്തും നിങ്ങളെ വേണ്ട എന്ന് അങ്ങോട്ട് വലിച്ചെറിയത്തില്ല. നിങ്ങൾ പിടിച്ച പിടിയിൽ നമ്മൾ പറയത്തില്ലേ, ഒരു പിടി പിടിച്ചാലും ഉടുമ്പ് പിടി പിടിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. അതേപോലെ നമ്മൾ പിടിച്ചത് ഒരു കൊമ്പെ പിടിച്ചാലും പുളിങ്കൊമ്പെ പിടിക്കണം. ഇങ്ങനെല്ലാം പണ്ടുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കൊമ്പെ പിടിച്ചാലും എന്താ ചെയ്യണം? പുളിങ്കൊമ്പെ പിടിക്കണം. ഒരു പിടി പിടിച്ചാലും ഉടുമ്പെ പിടി പോലെ നമ്മൾ പിടിക്കണം. അതുപോലെ നമുക്ക് അങ്ങനത്തെ ഒരു നല്ല വിശ്വാസം, എന്ത് വന്നാലും എനിക്ക് ആമീൻ ദൈവത്തിൻ്റെ വാക്കുണ്ട്, ദൈവത്തിൻ്റെ ലേഖനങ്ങളുണ്ട്, ഉപദേശമുണ്ട്, എനിക്ക് വാർത്തയുണ്ട്, വാക്കുണ്ട്, അത് മതി എനിക്ക്. അതാന്ന് പറഞ്ഞത്, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ വേലക്കാരൻ സൗഖ്യമാകും. ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഈ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ഈ ഒരു വാക്ക് മതി നമുക്ക്, ഈ ഒരു വാക്ക് മതി നമുക്ക്. ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല, ദൈവം നമ്മളെ മറക്കുകയില്ല, ദൈവം നമ്മളെ കൈവിടുകയില്ല, ദൈവം നമ്മളെ തള്ളിക്കളയുകയില്ല. ഏത് സന്ദർഭത്തിലും ഏത് സമയത്തിലും കർത്താവ് നമ്മുടെ കൂട്ടിനുണ്ട്. നമ്മൾ പേടിക്കണ്ട, നമ്മൾ പരിഭ്രമിക്കണ്ട. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്തിനാലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഇത് നമുക്ക് മതി. എന്ത് വന്നാലും, ഒരു ക്യാൻസർ ആണോ, ആപത്താണോ, എന്താ വായ്പ? ഇപ്പോൾ ഒരു ഫോൺ കോൾ വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാഗർകോവിലിൽ നിന്ന് 3 പിള്ളേർ പോകുന്നിടത്തിൽ ബൈക്ക് ആക്സിഡൻ്റ് ആയി. അതേ തലച്ചോറിൽ അടിച്ചു തുറന്ന് ഇപ്പോൾ കോമാ സ്റ്റേജിലിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ജസ്റ്റിൻ ഒരു തമ്പിയുടെ 35-39 വയസ്സുള്ള തമ്പിയുടെ ഫോൺ കോൾ ഇപ്പോൾ വന്നിരിക്കുക. എത്രയോ മക്കളാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, മരണത്തിൽ കിടക്കുന്നവർ, വിപത്ത് ആപത്തുകളകത്ത് വീണ് കിടക്കുന്നവർ. അവരെല്ലാം കർത്താവ് രക്ഷിക്കാൻ മതിയായവനാണ്, വിടുവിക്കുവാൻ മതിയായവനാണ്. സർവശക്തനാണ് നമ്മുടെ ദൈവം.
ദൈവത്തെ പിടിക്കുക, വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ദൈവം നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, മറക്കുകയില്ല, കൈവിടുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളിതുമായി സ്നേഹിക്കുന്ന വാത്സല്യ കർത്താവേ, ഈ 1229 ദിവസം ഒരു പ്രാവശ്യം കൂടി നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ വാക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം തമ്പുരാൻ അടിയാന് ബലനും സൗഖ്യവും ആരോഗ്യവും തന്നല്ലോ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എഴുതിയല്ലോ. അതിനാ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ദൈവമേ, ഇന്ന് പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട്, അവരെ നീ ബലപ്പെടുത്തിക്കാട്ട്, അവർക്ക് ആശ്വാസം കൊടുത്താട്ട്, സന്തോഷത്തെ കൊടുത്താട്ട്, സമാധാനത്തെ കൊടുത്താട്ട്, കർത്താവെ സ്ഥിതി ആനന്ദത്തെ കൊടുത്താട്ട്, ഒരുത്തരെയും കൈവിടരുത്, ഒരുത്തരെയും ഉപേക്ഷിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരീക്ഷകൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, മരണങ്ങൾ, ആപത്തുകൾ വരുമ്പോൾ മുറുകെ പിടിക്കുവാൻ ഞങ്ങൾക്ക് നീ വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ആ വചനത്തെ പിടിക്കുവാൻ, നിന്റെ ഉപദേശത്തിൽ ഞങ്ങൾ നിലച്ചു നിൽക്കുവാൻ, നിന്റെ വചനത്തിൽ ആശ്രയിക്കുവാൻ ഞങ്ങൾ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുത്തരും നിന്റെ വചനത്തെ വിട്ട്, കർത്താവെ നിന്റെ വാക്ക് വിട്ട് ഒരുത്തരും മാറിപ്പോകുവാൻ ദൈവം സമ്മതിക്കരുത്. നീ വാക്ക് കൊടുത്താൽ വാക്ക് മാറാത്ത ദൈവമായിരിക്കാൽ ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. കണ്ണുനീരോടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രയാസത്തോടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, നെടുവീർപ്പോടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടിരിക്കുന്നവർ, കർത്താവെ മരണക്കടക്കൽ കിടക്കുന്നവർ, രോഗക്കടക്കൽ കിടക്കുന്നവർ, കഷ്ടപ്പെട്ട് കിടക്കുന്നവർ, പട്ടിണി കിടക്കുന്നവർ, കടബാധ്യതയിൽ മുഴുകി കിടക്കുന്നവർ, ജീവിക്കുവാൻ മാർഗമില്ലാത്തവർ, കർത്താവെ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം ഒന്നും അറിയാതെ ഒരു ഭ്രാന്തനെ പോലെ, അന്ധനെ പോലെ കർത്താവെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ അനേകരുണ്ട്. അവിടെ എല്ലാം ആ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ഒരു ആശ്വാസം, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ബലൻ, ദൈവത്തിൻ്റെ കൃപ കർത്താവെ ഇതിൻ്റെ കുഞ്ഞുങ്ങളോട് ഇരിക്കണമെന്ന് അപ്പച്ചൻ്റെ നാമത്തെ പ്രാർത്ഥിക്കാൻ. ഒരുത്തരെ അനാഥകളാകെ, നിന്ദിതകളെ പാത്രങ്ങളാകെ വിടരുതപ്പച്ച, കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ, മറക്കരുതേ, തള്ളിക്കളയരുതേ. അപ്പച്ചാ, നിന്റെ കൃപ നിന്റെ കുഞ്ഞുങ്ങളോട് ഇരിക്കണം, നിന്റെ ദയവ് നിന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കണം, നിന്റെ കർത്താവെ കാവലും നിന്റെ സൂക്ഷിപ്പും നിന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കണം. നീ നിന്റെ കണ്ണെ വെച്ച് നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആലോചന പറഞ്ഞു കൊടുക്കണം. യേശുപ്പച്ചാ സ്തോത്രം. നല്ല പുല്ലുള്ളിടത്തിൽ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ മേയ്ക്കണമേ. നല്ല സ്വസ്ഥതയുള്ള വെള്ളത്തിനത് കൊണ്ടുപോയി നിന്റെ കുഞ്ഞുങ്ങൾക്ക് ദാഹം തീർക്കണം പച്ചാ. ഓ, നിന്റെ കോലും നിന്റെ തടിയും നിന്റെ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ. ഒരനർത്ഥം പോലും വരുവാൻ ദൈവം സമ്മതിക്കരുതേ. മാനമാനവ കർത്താവേ സ്തോത്രം. മരണയുടെയും താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വരുവാൻ ദൈവം സമ്മതിക്കരുത്. ഒരാപത്ത് പോലും വരുവാൻ ദൈവം സമ്മതിക്കരുത് പച്ചാ. ജോലിക്ക് പോകുന്നിടത്തില്, യാത്ര ചെയ്യുന്നിടത്തില്, സ്കൂളിൽ പോകുന്നിടത്തില്, കോളേജിൽ പോകുന്നിടത്തില്, വീട്ടിലിരിക്കുന്നിടത്തില് എല്ലാം നിന്റെ കാവല് നിന്റെ സൂക്ഷിപ്പിരിക്കട്ടും. ഇന്ന് പകൽക്കാലം നിന്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നതെല്ലാം അനുഗ്രഹമായിരിക്കട്ടും. ഒരുത്തർക്കും ഒരു ദോഷമോ നഷ്ടമോ കഷ്ടമോ വേദനയോ ആപത്തോ വിപത്തോ വരുവാൻ ദൈവം സമ്മതിക്കരുത്. ഒരു കണ്ണും കലങ്ങാൻ വിടരുത്, ഒരു മുഖവും വാടിപ്പോകാൻ വിടരുത് പച്ച. ഒരുത്തരും മുറിഞ്ഞ് താഴെ വീഴരുത് പച്ച. എല്ലാവരും നീ കാക്കണമേ, സൂക്ഷിക്കണമേ, ബലപ്പെടുത്തണമേ, രക്തത്താൽ മുദ്രയിടണമേ പച്ചാ. നിന്റെ കണ്ണിന്റെ മണി പോലെ നീ സൂക്ഷിക്കണമേ. ഒരമ്മയെ പോലെ, ഒരപ്പനെ പോലെ പരിപാലിക്കണമേ. നല്ലൊരു ഇടയനായി നിന്റെ കുഞ്ഞുങ്ങളെ നല്ല മേച്ചിലിൽ മേയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന പച്ച. ഓരോരുത്തർക്കും പട്ടിണിയോ കഷ്ടമോ പ്രയാസമോ ആപത്തോ ഒന്നും വരുവാൻ ദൈവം സമ്മതിക്കരുതേ. ഈ പ്രാർത്ഥന നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കോട്ടയായി മാറട്ടെ. ഓ, ഇതൊരു കോട്ടയായി മാറട്ടെ പച്ച, ഒരു കോട്ടയായി മാറട്ടെ പച്ച. ഇതൊരു തീമതിലായി മാറട്ടെ പച്ച, ഇതൊരു രക്തക്കോട്ടയായി കാണട്ടെ പച്ച. ദൈവമേ, വചനത്താൽ വേലി അടയ്ക്കുന്ന ഒരു വേലിയായി ഇത് കാണട്ടും. അത് കാണിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളോടുകൂടി നിന്റെ കൃപ ഇരിക്കണം, നിന്റെ ദയവ് ഇരിക്കണം പച്ച. അതിന്റെ മഹത്വം, നിന്റെ ദിവ്യശക്തി, നിന്റെ സമാധാനം, നിന്റെ സന്തോഷം, നിന്റെ ആനന്ദം നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാൻ കർത്താവ് സഹായിച്ചാട്ട്. എല്ലാവർക്കും അന്നവസ്ത്രം കൊടുക്കണം, സമാധാനം കൊടുക്കണം, സന്തോഷം കൊടുക്കണം, ആശ്വാസത്തെ കൊടുക്കണം. മുറിഞ്ഞു കിടക്കുന്ന മുറിവെല്ലാം പൊറിപ്പിക്കണം. മരണത്തിന് നിമിത്തമാகவும் മറ്റും പല ആപത്തുകൾ വിപത്തുകൾ നിമിത്തമായി കണ്ണുനീരോട് നെടുവീർപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ആശ്വാസത്തെ കൊടുത്താട്ട്, സമാധാനത്തെ കൊടുത്താട്ട്, സന്തോഷത്തെ കൊടുത്താട്ട്. എവിടെല്ലാം ദൈവത്തിന്റെ കരം ചലിക്കണമോ അവിടെല്ലാം നിന്റെ കരം ഒന്ന് ചലിക്കട്ടെ പച്ച. ഇന്ന് പകൽ മുഴുവനും മേഘം നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇരിക്കട്ടെ. ഒന്നും തളർന്നു വീഴുവാൻ വിടരുതേ. ഇന്ന് എവിടെല്ലാം കണ്ണി വെച്ചിരിക്കുന്നു, എവിടെല്ലാം വല വിരിച്ചിരിക്കുന്നു, എവിടെല്ലാം ഞങ്ങൾ കുഴി കുഴിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് അറിയത്തില്ല പച്ച. അതിലൊന്നും വീഴുവാൻ നീ സമ്മതിക്കരുതേ. കാത്തു സൂക്ഷിക്കണമേ, കൈപിടിച്ച് നടത്തണമേ. ഒരു കണ്ണിയിലോ കുഴിയിലോ വലയിലോ നിന്റെ കുഞ്ഞുങ്ങൾ വീണ് അകപ്പെടുവാൻ ദൈവം സമ്മതിക്കരുതേ. ഒരുത്തരും മുറിവേൽക്കുവാൻ, കൈവിടപ്പെട്ടു പോകുവാൻ, തകരുവാൻ, നശിക്കുവാൻ ദൈവം സമ്മതിക്കരുതേ. എല്ലാവരെയും തൃപ്പാദത്തിൽ കൊണ്ടുവച്ച് അനുഗ്രഹിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ശക്തിയും കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ മഹത്വവും എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാൻ ദൈവം സഹായിച്ചാട്ട്. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി രക്തത്താൽ മുദ്രയിട്ട് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ കലവറ നിന്റെ കുഞ്ഞുങ്ങൾക്ക് തുറന്നിരിക്കട്ടെ. മഹത്വം നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പച്ചൻ വൻ കാര്യം ചെയ്താട്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിശ്ചയം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ദൈവകൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ദൈവം ഒരു നാളും നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, മറക്കുകയില്ല. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.